back to my channel Fine Maths Classes. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെൻസ്ട്രുവേഷൻ ചാപ്റ്ററിൽ എക്സസൈസ് 11.4 തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണം. ബെലൈക്കൺ ഹിറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. So, in the class, the first question is find the height of a cuboid whose base area is 180 cm square and volume is 900 cm cube. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? വോളിയം തന്നിട്ടുണ്ട്, ബേസ് ഏരിയയും തന്നിട്ടുണ്ട്. എന്തിൻ്റെയാണ്? ഒരു ക്യൂബോയിഡ് ഷേപ്പിൻ്റെ. എങ്ങനെ ചെയ്യും നമ്മൾ? ആകെ നമ്മുടെ കയ്യിലുള്ള ബേസ് ഏരിയയും വോളിയവുമാണ്. ഇത് രണ്ടും കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ക്യൂബോയിഡിൻ്റെ ഹൈറ്റ്. എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ഈസിയാണ് കേട്ടോ. ഇപ്പൊ പറഞ്ഞുതരാം. നമുക്ക് ആദ്യമേ ക്വസ്റ്റ്യനിലുള്ളതൊക്കെ ഒന്ന് എടുത്തെഴുതാം. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ബേസ് ഏരിയ തന്നിട്ടുണ്ട്. അപ്പൊ ബേസ് ഏരിയ ഇസ് ഈക്വൽ ടു 180 സെന്റിമീറ്റർ സ്ക്വയർ. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? വോളിയം തന്നിട്ടുണ്ട്. അപ്പൊ വോളിയം ഇസ് ഈക്വൽ ടു 900 സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലേ? എന്നിട്ട് നമ്മളെടുത്ത് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ക്യൂബോയിഡിന്റെ വോളിയം കണ്ടെത്താനുള്ള ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വോളിയത്തിന് പകരമായിട്ട് നമുക്ക് എഴുതാം L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അതായത് വോളിയത്തിന്റെ ഫോർമുല നമ്മൾ ഇവിടെ എടുത്ത് എഴുതി വെച്ചു. ഇസ് ഈക്വൽ ടു 900. ഇനി എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? നോക്കിക്കേ, ഈ L ഇൻറ്റു ബ്രെഡ്ത്ത് ഇതല്ലേ നമുക്ക് ഇവിടെ ബേസ് ഏരിയ എന്നും പറഞ്ഞു 180 തന്നിരിക്കുന്നത്. അതെങ്ങനെയാന്ന് മനസ്സിലായില്ല അല്ലേ? ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ക്യൂബോയിഡ് ഷേപ്പ് വരയ്ക്കാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ക്യൂബോയിഡ് ഷേപ്പ്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ക്യൂബോയിഡ് ഷേപ്പ്. അപ്പൊ ഇതിന്റെ എന്താണ് ബോട്ടം ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. ബോട്ടം പാർട്ടാണല്ലോ നമ്മൾ ബേസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ആ ബേസ് പോർഷനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ദേ ഈ ലെങ്ത്, അതേപോലെ തന്നെ എന്താണ് ഈ ബ്രെഡ്ത്ത്. ഇത് ഇത്രയുമല്ലേ ഉള്ളൂ നമ്മുടെ ഈ താഴത്തെ പോർഷനിൽ. ഇതാണ് താഴത്തെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ താഴത്തെ പോർഷനിൽ എന്തൊക്കെയേ ഉള്ളൂ? ലെങ്ത്തും അതേപോലെ തന്നെ ബ്രെഡ്ത്തും. കണ്ടോ? അപ്പൊ നമുക്ക് പറയാം ബേസ് ഏരിയയുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്നുള്ളത്. കാരണം ക്യൂബോയിഡ് ഷേപ്പ്, ഈ തീപ്പെട്ടി കണ്ടോ, ക്യൂബോയിഡ് ഷേപ്പ്. ഇതിന്റെ ബോട്ടം പാർട്ട് എന്ന് പറയുന്നത് എന്ത് ഷേപ്പിലാണ് മക്കൾസെ? റെക്ടാങ്കിൾ ഷേപ്പിലല്ലേ? അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടെത്തുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് ആണല്ലോ. കാരണം ഇതാണല്ലോ ബോട്ടം പാർട്ട് ആണല്ലോ. അപ്പൊ ഇവിടെ ലെങ്ത്തുവേ ഉള്ളൂ, അതേപോലെ തന്നെ അതിന്റെ ബ്രെഡ്ത്തുവേ ഉള്ളൂ. കണ്ടോ? അപ്പൊ നമുക്കറിയാം ബോട്ടം പാർട്ടൊക്കെ എന്ന് പറയുമ്പോൾ ക്യൂബോയിഡിന്റെ റെക്ടാങ്കിൾ ഷേപ്പാണ്. സോ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് വരുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ അത് ബേസ് ഏരിയ ആണ്. അപ്പൊ അതിന് പകരം നമുക്ക് എഴുതാം 180 കണ്ടോ ഇൻറ്റു എച്ച് ഇസ് ഈക്വൽ ടു 900. ഇനി നമുക്ക് ഈസി ആയിട്ട് എച്ചിന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? അപ്പൊ ഈസി അല്ലായിരുന്നോ ഇത് ചെയ്യാനായിട്ട്? അപ്പൊ നമുക്ക് കണ്ടെത്താം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഹൈറ്റ് കണ്ടുപിടിക്കാം അല്ലേ? അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ളത് എച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണുള്ളത്? 900 ഡിവൈഡഡ് ബൈ അല്ലെ 180 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ 900 ഡിവൈഡഡ് ബൈ 180. സീറോയും കട്ടായി പോകും. നമുക്കറിയാലോ 18 ഇൻറ്റു 5 ആണ് 19 അല്ലെ? അപ്പൊ സെന്റിമീറ്ററിൽ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? 5 സെന്റിമീറ്റർ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഹൈറ്റ് എന്താണ് ഇവിടെ കിട്ടിയത്? 5 സെന്റിമീറ്റർ. അപ്പൊ ഈസി ആയിരുന്നല്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ബേസ് ഏരിയയും വോളിയമും ഒക്കെ ഒരു ക്യൂബോയിഡിന്റെ തന്നിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ എപ്പോഴും ഓർത്തോണം, നമ്മുടെ ക്യൂബോയിഡിന്റെ ബേസ് പാർട്ട് എന്ന് പറയുന്ന ഒരു റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കും ഉള്ളത്. അപ്പൊ നമ്മൾ ഓർത്തോണം, ഇങ്ങനെ വോളിയത്തിന് പകരം ഫോർമുല എടുത്ത് എഴുതുന്ന ടൈമിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിന് പകരം നമുക്ക് ബേസ് പാർട്ടിന്റെ ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് എഴുതി വെക്കാൻ പറ്റും എന്നുള്ളത്.
അങ്ങനെ എഴുതി വെച്ചിട്ട് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ടും ഈസി ആയിട്ട് പറ്റിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ക്യൂബോയിഡ് ഈസ് ഓഫ് ഡയമെൻഷൻ 60 സെന്റിമീറ്റർ ഇൻറ്റു 54 സെന്റിമീറ്റർ ഇൻറ്റു 30 സെന്റിമീറ്റർ. How many small cubes with side 6 centimeter can be placed in the cuboid? അപ്പൊ എന്താണ് നമ്മളെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? ഒരു ക്യൂബോയിഡിന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. അതായത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അതാണ് 3 ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എത്ര സ്മോൾ ക്യൂബ്സ്, അതായത് 6 സെന്റിമീറ്റർ സൈഡുള്ള എത്ര സ്മോൾ ക്യൂബ്സ് ഈ ക്യൂബോയിഡിനുള്ളിൽ വെക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ക്യൂബോയിഡ് ഷേപ്പ് ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് നമുക്ക് കുറേ കുഞ്ഞു സ്മോൾ ക്യൂബ് ബോക്സുകൾ വെക്കണം. അപ്പോൾ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് അതിനകത്ത് എത്രത്തോളം കൊച്ചു സ്മോൾ ക്യൂബ് ബോക്സ് വെക്കുവാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്യൂബോയിഡിന്റെ അകത്ത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ക്യൂബോയിഡ് ബോക്സ്. അപ്പം ഇത് നമ്മുടെ ക്യൂബോയിഡ് ബോക്സ്. ഇതിന്റെ ഉള്ളിൽ വേണം നമുക്ക് എന്ത് കൊണ്ടുവന്ന് ഇട്ട് വെക്കാനായിട്ട്? ക്യൂബ് ബോക്സുകൾ കൊണ്ടുവന്ന് ഇട്ട് വെക്കാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ക്യൂബിന്റെ ബോക്സ്. ഓക്കെ, എല്ലായാലോ? അപ്പൊ ഇനി നമ്മളെടുത്ത് ഇതിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ ക്യൂബോയിഡ് ബോക്സിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 60 സെന്റിമീറ്റർ. ആൻഡ് ദെൻ ഇതിന്റെ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 54 സെന്റിമീറ്റർ. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഇതിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 30 സെന്റിമീറ്റർ. അതായത് ഇതാണല്ലോ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ബോക്സിന്റെ അകത്ത് വേണം നമ്മൾ എന്ത് വെക്കാനായിട്ട്? സ്മോൾ ക്യൂബ് ബോക്സുകൾ നമ്മൾ വെക്കാനായിട്ട്. അപ്പൊ അകത്താണ് നമ്മൾ വെക്കേണ്ടുള്ള ബോക്സിന്റെ. അപ്പൊ നമുക്ക് അത് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ക്യൂബോയിഡ് ബോക്സിന്റെ വോളിയം ആണ് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. മനസ്സിലായോ? ഈ കൊച്ചു ബോക്സ് കൊണ്ടുചെന്ന് ഇടേണ്ടുള്ളത് നമ്മൾ ക്യൂബോയിഡ് ബോക്സിന്റെ അകത്താണ്. സോ നമ്മൾ ഇതിന്റെ അകത്ത്, ഒരു ബോക്സിന്റെ അകത്ത് എത്രത്തോളം ക്യൂബ് ബോക്സ് ഇടാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടുള്ളത്? ഒന്നാമത്തെ കാര്യം, ക്യൂബോയിഡ് ബോക്സിന്റെ ഉള്ളിലാണ് ഇടേണ്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ക്യൂബോയിഡ് ബോക്സിന്റെ അകത്ത് എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ വോളിയം, വ്യാപ്തി കണ്ടുപിടിക്കണം അല്ലെ? സോ നമുക്ക് എഴുതാം, നമ്പർ ഓഫ് ക്യൂബ്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്താന്ന് എഴുതാം? വോളിയം ഓഫ് ക്യൂബോയിഡ്. പിന്നെ എന്തും കൂടെ വേണം നമുക്ക്. ഇപ്പൊ ക്യൂബോയിഡ് ബോക്സിന്റെ അകത്താണല്ലോ ഈ ബോക്സുകൾ കൊണ്ടുവന്ന് ഇടുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി അതിന്റെ ഉള്ളിലുള്ള ആ കപ്പാസിറ്റി, ആ ബോക്സുകളെ കൊണ്ടുവന്ന് ഇടുമ്പോഴുള്ള ആ കപ്പാസിറ്റി അത് നമുക്ക് വേണം. ദാറ്റ് മീൻസ് അതിന്റെ ഉള്ളിൽ വോളിയം നമുക്ക് വേണം. അതുപോലെ നമുക്ക് എന്തും കൂടെ വേണം? നമ്മളിപ്പോ ഒരു കുഞ്ഞു ബോക്സ് ഇതാണല്ലോ കൊണ്ടുവന്ന് ഇതിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് വെക്കാൻ പോണത്. അപ്പോഴേ ഈ ബോക്സിന്റെ, ഈ കുഞ്ഞു ബോക്സിന്റെ വോളിയം നമുക്ക് അറിയണ്ടേ? അത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ക്യൂബ് വെക്കണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കണ്ടോ? അതായത് ഇപ്പം ജസ്റ്റ് ഒരിടത്ത് ടൂറിന് പോകുന്നു, നമ്മളൊരു പെട്ടി പാക്ക് ചെയ്യാൻ എടുക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തായിരിക്കും നോക്കുന്നത്? ആ പെട്ടി തുറന്നിട്ട് അതിന്റെ ഉൾവശം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് നോക്കി മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് പിടി കിട്ടും അതിൻ്റെ അകത്ത് ഇത്രത്തോളം ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുമെന്ന്. അതേപോലെയാണ് നമുക്ക് എന്ത് വേണം? ഈ പെട്ടിയുടെ ഒരു വോളിയം വേണം, അതിന്റെ ഒരു കപ്പാസിറ്റി നമുക്ക് അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലെ വോളിയം ഓഫ് ക്യൂബോയിഡ് എന്ന് എഴുതിയത്. ഇനി അതിനകത്ത് വെക്കുന്ന സാധനം, അതിന്റെ ഒരു വോളിയം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താ പറയാ, ഇപ്പൊ ഇതിന്റെ ഒരു വോളിയം, ഈ ഒരു ക്യൂബ് ബോക്സിന്റെ അത് വെക്കേണ്ടുള്ള ആ ഏരിയ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാലല്ലേ അതിനനുസരിച്ച് നമുക്ക് എന്തായാലും പാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ആ പെട്ടിക്കകത്ത് അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ക്യൂബ് ബോക്സിന്റെയും എന്ത് വേണമെന്ന്? വോളിയം വേണമെന്നുള്ളത്. അപ്പൊ ഇനി ടോട്ടലി നമുക്ക് എത്ര ക്യൂബ് ബോക്സ് വെക്കണം എന്നറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടുള്ളത്? ഈ ക്യൂബോയിഡിന്റെ വോളിയം ഡിവൈഡഡ് ബൈ ഈ ക്യൂബിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇനി നമുക്കിത് ചെയ്ത് കണ്ടുപിടിക്കാം.
അപ്പൊ വോളിയം ഓഫ് ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ക്യൂബ്. ക്യൂബിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്, സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്. അതാണ് ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, ഇനി നമുക്കറിയാം L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ലെങ്ത് എത്രയായിരുന്നു? 60 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയായിരുന്നു? 54. ഹൈറ്റ് എത്രയായിരുന്നു? 30. കണ്ടോ? ഇനി എങ്ങനെ ചെയ്യാം നമുക്ക്? ഡിവൈഡഡ് ബൈ ക്യൂബിന്റെ സൈഡ് എന്താണ്? 6 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ് ആണ്. അപ്പൊ 6 ഇൻറ്റു 6 ഇൻറ്റു 6. നോക്കിക്കേ, ഈ 6ഉം ഈ 60 ആയിട്ട് വെട്ടാം. അപ്പൊ നമുക്ക് 10 എന്ന് കിട്ടും. അടുത്തത് ഈ 6നകത്ത് എന്തുണ്ട്? 30 ഉണ്ട്. അപ്പൊ അത് ഇതും കൂടി കട്ട് ചെയ്യാം. അപ്പം 6 1s are 6, 6 5s are 30. ഇനി നമുക്ക് എന്താണ്? 6ന്റെ ടേബിൾസിൽ 54 ഉണ്ടല്ലോ. അപ്പൊ 6 1s are 6, 9 6 are 54. അപ്പൊ ഇപ്പൊ എന്തൊക്കെ ബാലൻസ് ഉണ്ട്? ന്യൂമറേറ്ററിൽ 10 ഇൻറ്റു 9 ഇൻറ്റു 5. ദാറ്റ് മീൻസ് 450. എന്താണ് 450? സ്മോൾ ക്യൂബ്സ്. അപ്പൊ ഈസി അല്ലായിരുന്നോ ചെയ്യാനായിട്ട്? അടുത്ത ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഹൂസ് വോളിയം ഈസ് 1.54 മീറ്റർ സ്ക്വയർ ആൻഡ് ഡയമീറ്റർ ഓഫ് ദ ബേസ് ഈസ് 140 സെന്റിമീറ്റർ. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സിലിണ്ടർ ഷേപ്പിന്റെ ഹൈറ്റ് ആണ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നതെന്ന് ഫസ്റ്റിലെ നോക്കാം. വോളിയം തന്നിട്ടുണ്ട്. Volume is equal to 1.54 meter square. ഓക്കെ, അപ്പൊ ഈ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് മക്കൾസേ? പൈ ആർ സ്ക്വയർ എച്ച്. എന്താണ് സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല? എന്നോടൊപ്പം ഒന്ന് പറയാവോ? എന്താണ് ഫോർമുല? പൈ ആർ സ്ക്വയർ എച്ച്. മറന്നു പോവരുത് കേട്ടോ. അപ്പൊ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച്. അപ്പൊ ദേ ഞാൻ ഈ വോളിയത്തിന് പകരം ഇവിടെ എന്ത് എഴുതി? പൈ ആർ സ്ക്വയർ എച്ച്. കണ്ടോ? വോളിയത്തിന്റെ ഫോർമുലയാണ് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയത്. ഈ പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1. പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറഞ്ഞാല് 1.54 മീറ്റർ സ്ക്വയർ ആണ്. കണ്ടോ? കാരണം നമ്മൾ ഇങ്ങനെ വോളിയം ഇസ് ഈക്വൽ ടു 1.54 മീറ്റർ സ്ക്വയർ എന്ന് മാത്രം എഴുതി വെച്ചാൽ നമുക്ക് അതിന്റെ ഹൈറ്റ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്തു? ആ വോളിയം എന്ന് എഴുതിയെടുത്ത് ഞാൻ അതിന് പകരമായിട്ട് അതിന്റെ ഫോർമുല ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക് പൈ ഉണ്ട് 22/7 എന്ന്. അടുത്ത എന്താണ്? റേഡിയസ്. നമ്മുടെ കയ്യിൽ റേഡിയസ് ഇല്ലല്ലോ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്. ഡയമീറ്റർ 140 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ റേഡിയസ് കണ്ടുപിടിക്കാം. കാരണം എന്താ? ഈ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായി കാണും നമുക്ക് ഹൈറ്റ് കണ്ടെത്താനായിട്ട് പറ്റുമെന്ന് സിലിണ്ടറിന്റെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർമുല ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് കാരണം കേട്ടോ. അപ്പൊ ഞാൻ ഈ റേഡിയസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്കിവിടെ ഡയമീറ്റർ തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഡയമീറ്റർ തന്നിരിക്കുന്നത്? 140 സെന്റിമീറ്റർ. അപ്പൊ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? D/2. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ 140/2. എന്നിട്ട് നമുക്ക് 140 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 70 സെന്റിമീറ്റർ. കണ്ടോ? അപ്പൊ നമുക്ക് ഇവിടെ റേഡിയസ് കിട്ടി 70 സെന്റിമീറ്റർ. ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യേണ്ടുള്ളത്? നോക്കാം. ഇവിടെ നോക്കിക്കേ, നമ്മുടെ വോളിയം തന്നത് മീറ്ററിലാണ്. നമ്മുടെ റേഡിയസ് കിടക്കുന്ന എന്തിനകത്താണ്? സെന്റിമീറ്ററിലാണ്. സോ നമ്മൾ സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്ത് എന്തിലോട്ട് മാറ്റണം? മീറ്ററിലോട്ട് മാറ്റണം. സോ നമുക്ക് എഴുതാം റേഡിയസ് ഇസ് ഈക്വൽ ടു മീറ്ററിലോട്ട് എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് മീറ്ററിലോട്ട് കൺവേർട്ട് ആവുന്നത് കേട്ടോ. അത് മറന്നു പോകരുതേ. സെന്റിമീറ്ററിന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നമുക്ക് 70നെ എന്ത് ചെയ്യാം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കണ്ടോ? അപ്പൊ നമുക്ക് ഇതേപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് റേഡിയസ് ഒന്ന് കണ്ടെത്താം. അപ്പം R is equal to എന്താണ്? 70/100. ഈ 0 കട്ടായി പോകും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 7/10
മീറ്റർ. കണ്ടോ, ഇപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് റേഡിയസിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ആക്കിയപ്പോ നമുക്ക് 7/10 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ദേ ഈ റേഡിയസിന്റെ ഇവിടെ r² എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നമുക്ക് എന്ത് എഴുതാം? 7/10 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാവരും നോട്ട്സ് എഴുതുന്ന ടൈമില് ഡയമീറ്റർ ഇതാണെന്നും റേഡിയസ് ഇങ്ങനെ കണ്ടുപിടിച്ചതൊക്കെ എഴുതണം കേട്ടോ. അപ്പൊ 22/7 ഇൻറ്റു 7/10 റേഡിയസ് ആണ്, r ആണ് ഇവിടെ എഴുതിയത്. r² എന്നാണ് എന്തിലുള്ളത്? ഫോർമുലയിലുള്ളത്. r² എന്ന് വെച്ചാൽ 2 ടൈംസ് എഴുതണം അല്ലേ 7/10നെ. അപ്പൊ 7/10 ഇൻറ്റു 7/10 ഇൻറ്റു ഇനി ഇവിടെ എന്താ ഉള്ളത്? ഹൈറ്റ്. h is equal to 1.54. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാവേ, നമുക്ക് ചെയ്യുന്നതിന് ഈസി ആയിട്ട് നമുക്ക് ഈ ഡെസിമൽ പോയിന്റിനെ എന്തിലോട്ടങ്ങ് മാറ്റാം? ഡെസിമൽ പോയിന്റ് ഇല്ലാതെ നമുക്കൊന്ന് എഴുതാം. അതിനെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നേ? ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ഇങ്ങനെ എഴുതുന്ന ഫ്രാക്ഷനിലാക്കിയിട്ട് ഇവിടെ നോക്കിക്കേ 1.54. അപ്പൊ നമ്മൾ ആദ്യം പോയിന്റ് ഇല്ലാതെ എഴുതി. ഡിവൈഡഡ് ബൈ അവിടെ നോക്കിയേ എത്ര നമ്പർ മാറിയിട്ടാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത്? 1 2 ആണല്ലോ. 1 2 2 നമ്പർ മാറിയിട്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? 1 ഇട്ട് കൊടുത്തിട്ട് 2 നമ്പർ മാറിയിട്ടാണല്ലോ, അപ്പൊ 2 zeros ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ? അപ്പൊ ഈസി വേ പറഞ്ഞു തന്നല്ലോ ഞാന് എങ്ങനെയാണ് ഡെസിമൽ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട്. ഫസ്റ്റിലെ ഈ നമ്പർ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ എടുത്ത് എഴുതും. ദെൻ ഡിവൈഡഡ് ബൈ 1 ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നോക്കും എത്ര നമ്പർ മാറിയിട്ടാണ് ഡെസിമൽ പോയിന്റ് ഇവിടെ ഇട്ടിരിക്കുന്നതിന്. അപ്പൊ 1 2 നമ്പർ മാറിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2 zeros അതിന്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പൊ എന്തായി? 100 ആയി. ഓക്കെ. അപ്പൊ 154/100 ആയി. ഇനി നമുക്ക് ദേ നോക്കിക്കേ, ഈ 7ഉം കൂടി കട്ടായി പോകത്തില്ലേ? പോകുമല്ലോ അല്ലെ? അതേപോലെ ഈ 22ഉം ഈ 10ഉം കട്ടാക്കാലോ. 2ന്റെ ടേബിൾസിൽ 22 ഉണ്ട് 10ഉം ഉണ്ട്. അപ്പൊ 5 2s are 10, 11 2s are 22. ഇനി എന്തെങ്കിലും ഉണ്ടോ കട്ടാക്കാൻ? ഒന്നുമില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ച് എടുത്തെഴുതാം. ഇവിടെ നോക്കിക്കോളൂ, ന്യൂമറേറ്ററിൽ ആരൊക്കെയാ ഉള്ളത്? 11 ഉണ്ട് 7 ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം 11 ഇൻറ്റു 7 ബൈ അടുത്തത് ഡിനോമിനേറ്ററിൽ ആരൊക്കെ ഉണ്ട്? 5ഉം 10ഉം. അപ്പൊ 5 ഇൻറ്റു 10 പിന്നെ എന്തും കൂടി ഉണ്ട് ഇൻറ്റു h is equal to 154/100. കണ്ടല്ലോ. ഇനി നമുക്ക് hന്റെ വാല്യൂ ഒക്കെ സുഖമായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? 11 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 77/5 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 50. h is equal to 154/100. കണ്ടോ? ഇത് നമുക്ക് hന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ h is equal to 154 divided by 100. ഇനി എന്താണ്? hന്റെ കൂടെയുള്ള ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യണം അല്ലെ? ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 77/50 ആണ്. ഇടയ്ക്ക് എന്ത് വരും? ഇൻറ്റു സൈൻ ഉണ്ട്. അപ്പൊ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ ഡിവൈഡഡ് ബൈ എന്താണ്? 77/50. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം? 154/100 ഡിവിഷൻ ആകുമ്പോൾ റെസിപ്രോക്കൽ ആണ്. ഇൻറ്റു 50/77 ആണല്ലോ. ഇനി ഇതേ 0 ക്യാൻസൽ ആയിപ്പോ. 5 1s are 5, 5 2s are 10. ഓക്കെ. ഇനി 2 കൊണ്ട് 154നെ നമുക്ക് കട്ട് ചെയ്യാലോ. നോക്കിക്കോളൂ, 7 2s are 14. ഇവിടെ 1 ബാലൻസ് വീണ്ടും 7-നകത്തുണ്ട്. അപ്പൊ 7 2s are 14. അപ്പൊ എന്താ ഇവിടെ വന്നത്? 77/77 ആണല്ലോ. അപ്പൊ ദേ നമുക്ക് 77/77 എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ? 1 അല്ലേ? 77ന്റെ ടേബിൾസിൽ ഇത് രണ്ടും ഉണ്ട്. ഇതാ കട്ടായി പോകും. അപ്പൊ നമുക്ക് 77 ഇൻറ്റു 1 77 ഇവിടെയും കട്ടായി. കണ്ടല്ലോ. അപ്പൊ 1/1 ദാറ്റ് മീൻസ് h is equal to 1 എന്താണ്? മീറ്റർ. കണ്ടോ? അപ്പൊ ചെയ്യുന്ന വിധം മനസ്സിലായോ? ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തതെല്ലാം ഞാൻ നല്ല രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ മനസ്സിലായി കാണുമെന്നും വിചാരിക്കുന്നു.
അപ്പോൾ ഫോർമുല അറിയാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരു സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. പിന്നെ വേറൊരു ഫോർമുല നമ്മൾ പഠിച്ചല്ലോ, വോളിയം അല്ലേ. ക്യൂബോയിഡിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു. ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ മൊത്തം 3 എണ്ണമാണ് പഠിച്ചത്. അപ്പൊ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം, ഓർമ്മ വെച്ചോണം. ഫോർമുലാസ് അറിഞ്ഞിരുന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്നോടൊപ്പം പഠിച്ചോളൂ. എന്താണ് നമ്മൾ ആദ്യം പഠിച്ചത്? വോളിയം ഓഫ് എ ക്യൂബോയിഡ്. എന്തായിരുന്നു അത്? വോളിയം ഓഫ് എ ക്യൂബോയിഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഇനി വോളിയം ഓഫ് എ ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കുക? സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്. ഇനി സിലിണ്ടർ അല്ലെ, ആ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? പൈ ആർ സ്ക്വയർ എച്ച്. പഠിച്ചല്ലോ എന്റെ മക്കൾസ് അല്ലെ. അപ്പൊ ക്യൂബോയിഡിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്. സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ എച്ച്. മറന്നുപോയില്ലല്ലോ, ഞാൻ കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്നോടൊപ്പം ഫോർമുല പഠിച്ചതാണോ എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോസുമായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തുകൊണ്ട്. ഓക്കെ, അതേപോലെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. എൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. സോ പ്ലീസ് വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ. ബൈ സ്റ്റുഡൻസ്.